മയക്കുമരുന്നിനെ കുറിച്ചാവാം, പ്രണയചതികളെ കുറിച്ചാവാം. ഇതെല്ലാം വിഷയാധിഷ്ഠിത വിമർശനങ്ങളാണ്. എന്നാൽ വിമർശന കലയുടെ അർത്ഥം അറിയത്തില്ലാത്ത ആളുകൾ അതിനെ വ്യക്തിപരമാക്കിയെടുക്കും. അല്ലെങ്കിൽ അതൊരു മതത്തിനെതിരാണെന്ന് പറയും, അതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനെതിരാണെന്ന് പറയും. ക്രിസ്തീയമായ വിമർശന രീതി അതൊരിടത്തും വിഷയാധിഷ്ഠിതം മാത്രമാണ്, വ്യക്തി അധിഷ്ഠിതമല്ല. വിഷയത്തോടുള്ള എതിർപ്പിനപ്പുറം മതങ്ങളോടോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളോടോ നമുക്ക് യാതൊരു എതിർപ്പുമില്ല എന്നുള്ളതാണ് പരമമായ സത്യം. തീർച്ചയായും. നമ്മളിവിടെ നാർക്കോട്ടിക്കിന്റെ വ്യാപനത്തെ കുറിച്ച് പറഞ്ഞു, പ്രണയചതികളെ കുറിച്ച് പറയുന്നു. നമ്മുടെ മുമ്പിൽ ചില വിഷയങ്ങൾ, ചില ജീവനുള്ള ഉദാഹരണങ്ങളുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ നമ്മളെ ഏതെങ്കിലും ഒരു മതത്തിനോ പാർട്ടിക്കോ വിരുദ്ധരായിട്ട് ചിത്രീകരിക്കാനോ ശ്രമം നടത്തും. നമ്മൾ പറയുന്ന ചില ഉദാഹരണങ്ങളെ മാത്രം അവർ അതിൽ നിന്ന് അടർത്തിയെടുത്ത് അത് ഏതെങ്കിലുമൊക്കെ മതവിരുദ്ധതയാണെന്ന് ചിത്രീകരിച്ച് ഈ കേരള സമൂഹത്തിന്റെ ഒരു സമാധാന അന്തരീക്ഷത്തിന് വിഷം കലക്കുന്ന ക്ഷുദ്രജീവികളായിട്ടുള്ള ചില ആളുകളുണ്ട്. അവർ അവരുടേതായ യൂട്യൂബ് ചാനലുകളിലും പ്രോഗ്രാമുകളിൽ ഇരുന്ന് നിർബാധം ഈ വസ്തുതാപരമായ വിഷയാധിഷ്ഠിത വിമർശനങ്ങളെ അവർ വളച്ചൊടിച്ച് വക്രീകരിച്ച് അവരുടെ വളരെ ദുരുദ്ദേശമായ ലക്ഷ്യത്തോടുകൂടി അത് വ്യക്തിപരമായോ ഒക്കെയുള്ള വിമർശനങ്ങളാക്കി അവർ മാറ്റുന്നുണ്ട്. അത്തരക്കാരോട് നമ്മൾ കരുതിയിരിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അവർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവർ നമ്മളെ വ്യക്തിഹത്യ ചെയ്യാനോ നമ്മളെ ഭയപ്പെടുത്തി നിസ്സഹായരാക്കി നിശബ്ദരാക്കാനോ വേണ്ടിയിട്ടാണ്. അവരുടെ ഹീനമായ കുടിലതന്ത്രം നമുക്ക് മനസ്സിലാകുന്നിടത്തോളം കാലം അത്തരം തന്ത്രങ്ങളിൽ ഒന്നും നമ്മൾ ഭയക്കേണ്ടതോ വീഴേണ്ടതോ ഇല്ല. ഈ കേരള സമൂഹത്തിലെ ഒരു മതവിഭാഗത്തോടോ ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ കത്തോലിക്ക സഭയിലോ കത്തോലിക്ക സഭയിലെ പുരോഹിതരോ അൽമായ നേതാക്കളോ ആയി പ്രവർത്തിക്കുന്ന നമുക്കാർക്കും യാതൊരു തരത്തിലുള്ള വിരോധവുമില്ല. സഹോദരതുല്യമായ സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മൾ വിഷയാധിഷ്ഠിത വിമർശനങ്ങൾ മാത്രമാണ് പറയുന്നത്. ആ വിമർശനങ്ങൾ ആ വിഷയം പറയുന്നതിനപ്പുറം കഴിയുകയും വ്യക്തിപരമായ അതിനപ്പുറത്തേക്കുള്ള സൗഹൃദങ്ങൾ സൂക്ഷിക്കാൻ, ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വിമർശന കലയുടെ പ്രാഥമിക പാഠം പോലും അറിയാത്ത ആളുകളാണ് വന്ന് വൈരാഗ്യ ബുദ്ധിയോടുകൂടി വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തുന്നു, ദൂഷണങ്ങൾ പറയുന്നു, അവർ പോസ്റ്ററുകൾ ഇറക്കി നമ്മളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഉന്നയിച്ച ഒരു വിഷയത്തിനും അവർക്ക് ഉത്തരമില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർഗ്യുമെന്റും ആദ് ഹോമിനും എന്ന് ലത്തീനിൽ പറയും. വിഷയാധിഷ്ഠിത വിമർശനങ്ങളെ വ്യക്തിയാധിഷ്ഠിതമാക്കി മാറ്റുന്നത്. കാരണം എന്താണ്? ഉയർത്തുന്ന വിഷയങ്ങളുടെ സത്യസന്ധതയ്ക്ക് മുമ്പിൽ നിൽക്കാൻ ഈ ഭീരുക്കൾക്ക് ശേഷിയില്ലാത്തത് കൊണ്ട് അവർ ആക്രമണവും തേജോവധവും നടത്തുകയാണ്. അവർക്ക് നമ്മൾ ആരാണെന്നും നമ്മുടെ ലക്ഷ്യം എന്താണെന്നും അറിയാത്തത് കൊണ്ടാണ് അവർ ഇത്തരം വിമർശനങ്ങൾ നടത്തുന്നത്. അവർ വ്യക്തിഹത്യ ചെയ്താൽ നമ്മൾ പേടിച്ചു പോകുമെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. വിഷയത്തോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത കൊണ്ട്, ഇവിടെ മാനവികത സാഹോദര്യം പുലരണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ചില വിഷയങ്ങളിൽ ചില സന്ദേഹങ്ങൾ, സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അത് ആ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇതൊക്കെ കേൾക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം, അവരിൽ ബഹുഭൂരിപക്ഷവും ഒരുതരം ആലസ്യത്തിലും ഇതുവരെ നേരം വെളുക്കാത്തവരെ പോലെയൊക്കെയാണ് പെരുമാറുന്നത്. ഇത്തരം ആക്ഷേപങ്ങൾ സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ, വിഷയാധിഷ്ഠിതമായി ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് പിന്തുണ കൊടുക്കേണ്ടതിന് പകരം ആ സമൂഹം അവരെ നിശബ്ദരാക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ പാമ്പ്ളാനി പിതാവ് ആക്രമിക്കപ്പെടുന്നത്, കല്ലറങ്ങാട്ട് പിതാവ് ആക്രമിക്കപ്പെട്ടത്, കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരോ അൽമായ നേതാക്കന്മാരോ ആക്ഷേപിക്കപ്പെടുന്നത്, അവർ ഉയർത്തിയ വിഷയങ്ങൾക്ക് ഉത്തരം പറയാനില്ലാത്ത ഭീരുക്കൾ അത് വ്യക്തിഹത്യയിലേക്ക് അത് വഴിതിരിച്ചു വിട്ടതുകൊണ്ടാണ്. ഈ പ്രസ്തുത വിഷയത്തിൽ പാമ്പ്ളാനി പിതാവിന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അഭിപ്രായ വ്യത്യാസമില്ല. ഇടത് വലത് BJP ഭേദമന്യേ എപ്പോഴും ഏത് സമയത്തും പ്രവർത്തകർക്കും നേതാക്കന്മാർക്കോ കടന്നു വരാൻ പറ്റുന്ന വിധം വിശാലമാണ് തലശ്ശേരി അതിരൂപതയുടെ വാതായനങ്ങൾ. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മൂല്യസംഹിതകൾക്കെതിരെയോ അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കെതിരെയോ ഉള്ള ഒരു പരാമർശവുമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഈ കേരള സമൂഹത്തിൽ വിഷം കലർത്തണം എന്ന് ലക്ഷ്യമുള്ള ചില ആളുകൾ ഇതിന്റെ പിറകിൽ നിന്നുകൊണ്ട് അഭിയുന്റെ പിതാക്കന്മാർ, പാമ്പ്ളാനി പിതാവ് ഉൾപ്പെടെ ഉന്നയിച്ച വളരെ സത്യസന്ധമായ വിഷയങ്ങളിൽ നിന്ന് പൊതുജന ശ്രദ്ധ തിരിച്ചുവിട്ട് ഒരു പുകമറ സൃഷ്ടിച്ച് പിതാക്കന്മാരുന്നയിച്ച വിഷയങ്ങളുടെ മൂല്യം, അതിന്റെ യഥാർത്ഥ പ്രസക്തി നഷ്ടപ്പെടുത്താനുള്ള വളരെ കരുതിക്കൂട്ടിയ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക്
ഇതിൽ പ്രതികരിച്ച സഖാവ് പി ജയരാജൻ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാരുണ്ട്. അവരോടൊക്കെ തലശ്ശേരി അതിരൂപതയുടെ പരിധിക്കുള്ളിലാണ്, നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ് പാമ്പ്ളാനി പിതാവ്. തലശ്ശേരി അതിരൂപതയും അങ്ങനെ തന്നെയാണ്, വളരെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരം കുബുദ്ധികളുടെ പ്രചരണത്തിൽ ബഹുമാന്യരായ രാഷ്ട്രീയ നേതാക്കൾ, സാമുദായിക നേതാക്കൾ, മത നേതാക്കൾ വീഴാൻ പാടില്ല. ഇവർ നമ്മളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടജീവികളാണെന്ന് തിരിച്ചറിഞ്ഞ് കേരള സമൂഹത്തിന്റെ മതനിരപേക്ഷയും അതുപോലെ സാമൂഹിക സഹവർത്തിത്വവും നിലനിർത്തുന്നതിന് എപ്പോഴും നിതാന്ത ജാഗ്രത കാണിക്കണമെന്നുള്ളതാണ് ഈ നമ്മുടെ ചുറ്റുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോടും മത സാമുദായിക നേതാക്കന്മാരോടും തികഞ്ഞ സ്നേഹത്തോടെ നമുക്ക് പറയാനുള്ളത്. നമുക്ക് സാഹോദര്യത്തിന്റെ സ്നേഹം മാത്രമേ എല്ലാവരോടും ഉള്ളൂ. വിമർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിഷയാധിഷ്ഠിതം മാത്രമാണ്, വ്യക്തിയാധിഷ്ഠിതമല്ലെന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്.